ഭാഗവത സപ്താഹം പോലെയുള്ള, ഇപ്പോൾ ആധ്യാത്മിക പ്രഭാഷണത്തിൻ്റെ കാര്യം പറഞ്ഞു, ഭാഗവത സപ്താഹം അല്ലെങ്കിൽ ഭഗവത്ഗീത യജ്ഞം, രാമായണ യജ്ഞം, അങ്ങനെയുള്ള ആധ്യാത്മിക യജ്ഞങ്ങൾ, ആ ആധ്യാത്മിക യജ്ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്ന സ്ഥലമാണ്. ലോകത്തിൽ തന്നെ, പ്രത്യേകിച്ച് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗവത സപ്താഹാദികൾ നടക്കുന്നത് ഈ കേരളത്തിലാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു സാമാജിക പരിവർത്തനം കേരളത്തിൽ കാണുന്നില്ല. അതിൻ്റെ ഒരു റിസൾട്ട് വേണ്ടതുപോലെ കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ രാമായണ മാസം ആചരിക്കാൻ തുടങ്ങും. നമ്മൾ കേരളത്തിലാണ് ഈ കർക്കിടക മാസം, ഒരു മാസം മുഴുവൻ നമ്മൾ ഒരു രാമായണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. ഇപ്പം അത് പറഞ്ഞപ്പോൾ രാമായണ മാസം കർക്കിടകത്തിൽ മാത്രമേ രാമായണം തൊടാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എന്നാലും പക്ഷെ ആ രാമായണ മാസ ആചരണം ഇത്രയും ചെയ്യുന്ന കേരളത്തിൽ ആ രാമായണത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്, വേറെ ഒന്നുമില്ല. കാരണം രാമായണം യഥാർത്ഥത്തിൽ മർത്യാവതാരസ്തുഹ മർത്യശിക്ഷണം ആണ്. പക്ഷെ ആ ശിക്ഷണം നമ്മൾ നേടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ അതിൻ്റെ സാഫല്യത്തിലേക്ക് എത്തുന്നുണ്ടോ? എന്തുകൊണ്ട് എത്തുന്നില്ല? അപ്പോൾ എങ്ങനെയായിരിക്കണം ഈ ജ്ഞാനയജ്ഞങ്ങൾ? ഒന്ന് നമുക്ക് കേൾക്കാം. ഇന്ന് ഏറ്റവും അധികം പ്രസക്തമായൊരു ചോദ്യമാണ് ഉണ്ണികൃഷ്ണൻ സാർ ചോദിച്ചത്. ഇത്രയധികം ധനം വ്യയം ചെയ്ത് നടത്തുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് വാസ്തവത്തിൽ ഇന്ന് ഭാഗവത സപ്താഹയജ്ഞം. അതിൻ്റെ ഒരു ഫലം ശ്രോതാക്കളിലേക്കോ വക്താവിലേക്കോ ആയിക്കോട്ടെ എത്തുന്നുണ്ടോ, അത് എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ചിന്തയാണ് വാസ്തവത്തിൽ നമുക്കിവിടെ അനുവർത്തിക്കേണ്ടത്. വാസ്തവത്തിൽ സമ്പൂർണ്ണമായിട്ട് എത്തുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഇല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം ആരെങ്കിലുമൊക്കെ കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും ഇത് അറിഞ്ഞ് അനുഭവിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലം ചിലരിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ടാകും. പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. ഒരു സമൂഹത്തെ മുഴുവനും അതിൻ്റെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മട്ടിൽ നമുക്ക് എങ്ങനെ ഈ ഭാഗവത സപ്താഹയജ്ഞത്തെ എത്തിക്കാം എന്ന് നോക്കുമ്പോഴാണ് ഇപ്പം നിരന്തരമായി നടന്നു വരുന്ന ആ ഒരു ശൈലിയിൽ നിന്നും ആചാര്യന്മാർ അല്പം ഒന്ന് വ്യതിചലിച്ചാൽ വേണ്ടില്ല എന്നെനിക്കൊരു ചിന്തയുണ്ട്. കാരണം ഭാഗവതം എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ സപ്താഹം കഴിഞ്ഞ് പോകുന്നവർക്ക് 4 കൂട്ടേ അറിയത്തുള്ളൂ. എന്താണ്? ഒന്ന് കൃഷ്ണാവതാരം, നരസിംഹാവതാരം, രുക്മിണീ സമേതം, കുചേരഗതി, ഇത്രയേ ഉള്ളൂ ഭാഗവതം. ഇതിനപ്പുറത്ത് ഭാഗവതത്തിൽ എന്തുണ്ട് എന്ന് അറിയില്ല. ഇത് മാത്രമേ ഉള്ളൂ പ്രൊജക്റ്റ് ചെയ്ത് എപ്പോഴും ആ യജ്ഞത്തിൽ കാണിക്കാറുള്ളൂ. ഇതല്ല, അതിനേക്കാൾ എത്രയോ മനുഷ്യ മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഉപദേശങ്ങൾ എത്രയെത്ര സന്ദർഭങ്ങളിൽ ആ പൃഥുവിൻ്റെ ഉപദേശത്തിൽ, അതേപോലെ 3-ാമത്തെ സ്കന്ധത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ സന്ദർഭങ്ങൾ. അതുകൊണ്ട് ആ 1, 2, 3 സ്കന്ധം മാത്രം ഒരു സപ്താഹം നടത്തുക, വിസ്തരിച്ച് അതിനെക്കുറിച്ച് പറയുക. അടുത്ത വർഷം അടുത്ത 3 സ്കന്ധം എടുക്കുക, അതിനെക്കുറിച്ച് പറയുക. അപ്പോഴാണ് ഇത്രയൊക്കെ വിപുലമാണ് ഭാഗവതത്തിലുള്ളത്. മനുഷ്യജീവിതത്തിൻ്റെ നാനാതലങ്ങളിലേക്ക് സ്പർശിക്കുന്ന ഒരു കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെയുള്ള ആൾക്കാർക്ക് വേണ്ട വിഭവങ്ങളൊക്കെ വ്യാസൻ ഒതുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ജനങ്ങളെ ധരിപ്പിക്കണം. ഇതാണ് നമ്മുടെ ബാധ്യത. അങ്ങനെ വരുമ്പോൾ എന്താണ്, അവിടെ ശർമാജി സൂചിപ്പിച്ച പോലെ ആചാര്യന്മാർ 6, 7, 8, 10 വർഷം പഠിക്കുക തന്നെ ചെയ്യണം. നന്നായിട്ട് ഭാഗവതം പഠിച്ച് അതിൻ്റെ ഭാവാർത്ഥം ഉൾക്കൊള്ളുക തന്നെ ചെയ്യണം. വാഗർത്ഥങ്ങളിൽ കൂടി മാത്രം പോയാൽ പോരാ, അത് എവിടെയെങ്കിലും നോക്കിയാൽ കിട്ടും. പക്ഷെ അതുപോരാ, പല വ്യാഖ്യാനങ്ങളും കണ്ടാൽ പോരാ, അതിൽ നിന്നും സ്വകീയമായൊരു ശൈലിയിലേക്ക് എടുത്ത്. കാരണം ശ്രോതാക്കൾ എപ്പോഴും ഒരേ സ്വഭാവക്കാരും ചിന്തക്കാരും അല്ല. വക്താവ് ഒരാളേ ഉള്ളൂ, ശ്രോതാവ് ചിലപ്പോൾ 50 പേരോ 100 പേരോ ആയിരിക്കും. ഈ 100 പേരുടെയും ഉള്ളിലേക്ക് ഇത് എത്തിക്കാൻ പാകത്തിന് വരുമ്പോൾ ഈ പറയുന്ന പോലെ അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണം. ഇവിടെയും അങ്ങനെയാണ്. എന്താണ്, ശൗനകാദികൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിക്കുന്നതനുസരിച്ചിട്ടാണ് വീണ്ടും
ആണ് വീണ്ടും പറയുന്നത്. അല്ലെങ്കിൽ പരീക്ഷിച്ച് ചോദിക്കും, എന്താണിങ്ങനെ. ഇതേപോലെ ഈ സദസ്സിലിരിക്കുന്നവരിൽ നിന്നും ശ്രോതാക്കളിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാവണം. അവർക്ക് സംശയങ്ങൾ ഒത്തിരി ഉണ്ടാകും. എല്ലാവരും മിണ്ടാതെ എഴുന്നേറ്റ് പോവുള്ളൂ. ഇനി പോട്ടെ, ഇന്ന് പോയേക്കാം. ഈ കഥയൊക്കെ കേട്ട് ഭക്ഷണം കഴിച്ച് പോയാൽ മാത്രം മതി, അത്രേ ഉള്ളൂ സപ്താഹം എന്നൊരു ധാരണ പൊതുവിൽ പരന്നു കൂടിയിട്ടുണ്ട്. അതല്ല, ഭാഗവതത്തിൽ സ്പർശിക്കാത്ത വിഷയങ്ങളൊന്നുമില്ല. സകല ശാസ്ത്രങ്ങളും അതിൻ്റെ മനഃശാസ്ത്രമുണ്ട്, ഭൗതിക ശാസ്ത്രമുണ്ട്, വേദാന്തമുണ്ട്, സകലതുമുണ്ട്. ഇതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത നമുക്കാണ്. അതുകൊണ്ട് വക്താവ് എന്ന് വിളിക്കുന്ന ആചാര്യന്മാർ എപ്പോഴും ഓരോ ഭാഗവും നന്നായിട്ട് പഠിച്ച് പറ്റുമെങ്കിൽ 7 ഭാഗങ്ങളായിട്ട് ഭാഗവതത്തെ തിരിച്ചിട്ട് 7 വർഷം 7 സപ്താഹം കൊണ്ട് ഭാഗവതം പൂർണ്ണമാക്കുക. ആ ഒരു മട്ടിലേക്ക് പോയാൽ എനിക്ക് തോന്നുന്നു ഭാഗവതത്തെക്കുറിച്ച് വിസ്തരിച്ച് പറയാൻ പറ്റും. അതാണ് ഇവിടെയും അനുവർത്തിക്കേണ്ടത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോഴേ വിശദമായിട്ട് പോകാൻ പറ്റും. 7 ദിവസം കൊണ്ട് എന്തായാലും മുഴുവൻ വായിച്ചു തീർക്കാനും കഥ പറയാനും ഇതും കൂടി നമുക്ക് സമയം കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അത് 7 ദിവസം എന്നുള്ളത് നമ്മൾ 7 സപ്താഹങ്ങളാക്കി മാറ്റിക്കൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ചെയ്താൽ നന്നായിരിക്കും. തന്നെയല്ല, ഇത് നന്നായി ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരിൽ പരിവർത്തനം ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പാണ്. ഞാൻ പലയിടത്തും, ഞാനിപ്പോൾ അവിടെ തന്നെ ക്ലാസ് എടുത്ത് വർഷങ്ങളായിട്ട് ക്ലാസ് എടുത്ത് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു 10-50ഓളം ആൾക്കാർ ഇപ്പോൾ ഭാഗവത സരണിയിൽ കൂടി മാത്രം സഞ്ചരിച്ചു പോകുന്നവരാണ്. ഇതെനിക്ക് അനുഭവമാണ്. അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷിയായ ഒരു ശിഷ്യൻ ഇവിടെ ഇരിപ്പുണ്ട്, സൂര്യൻ അയ്യർ. കോയമ്പത്തൂർ നിന്ന് വന്നാണ്. അദ്ദേഹം കാനറ ബാങ്കിൻ്റെ മാനേജരായിരുന്നു. അദ്ദേഹം അതിനുശേഷം അവിടെ ഇൻഷുറൻസ് കണക്കുമൊക്കെ ആയിട്ട് മാത്രം പോയ ആളാണ്. പക്ഷേ ഇങ്ങനെയുള്ള നിരന്തരമായ ഭാഗവത ക്ലാസ് കേട്ട് അദ്ദേഹം ഇന്ന് രാപകലില്ലാതെ മുഴുവൻ സമയവും ഭാഗവതത്തിലാണ്. എന്ന് മാത്രമല്ല, ജീവിതത്തിൽ പോലും ഒത്തിരി മാറ്റം വരുത്താൻ പറ്റില്ല. മനസ്സ് മാറി, ചിന്ത മാറി, അദ്ദേഹം നിഷ്ഠകളും ചെട്ടകളും മാറി. ഇത് പറ്റും എന്നുള്ള ഉറപ്പാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ച് ആ വഴിയിലേക്ക് തിരിഞ്ഞു പോയാൽ തീർച്ചയായിട്ടും പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റും. അതൊരു ശ്രേഷ്ഠവും ഉത്കൃഷ്ടവുമായ ഗുണമാണ്. ഇപ്പം അദ്ദേഹം ശാന്തനാണ്, സ്വസ്ഥനാണ്. ഈ ആത്മബലമാണ് ഭാഗവതം നൽകുന്നത്. അല്ലാതെ ഒരിക്കലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയും ചീത്ത പറയുകയും ആത്മഹത്യ ചെയ്യുകയും പുറപ്പെടുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കലല്ല ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അതിൽ നിന്നും മാറിയിട്ട് എന്തു വന്നാലും സഹിക്കാൻ പറ്റുന്ന, എന്തിനേയും സ്വീകരിക്കാൻ പറ്റുന്ന, താപത്രയങ്ങൾ ഇല്ലാതാക്കാനുള്ള, താപത്രയങ്ങളെ ഉൾക്കൊള്ളാൻ, അതനുസരിച്ച് ജീവിതത്തെ മാറ്റിയെടുക്കാൻ, എന്തു വന്നാലും സഹിക്കാൻ, എന്ത് രോഗം വന്നാലും, എന്ത് അസുഖം വന്നാലും, ആരൊക്കെ എന്തു പറഞ്ഞാലും ഇളക്കമില്ലാതിരിക്കാനുള്ള മനസ്ഥൈര്യത്തെ ഉണ്ടാക്കിയെടുക്കലാണ് എൻ്റെ ലക്ഷ്യം എന്ന് ആചാര്യന്മാർ ഓരോ ദിവസവും പറയണം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, 10 പ്രാവശ്യം പറഞ്ഞാൽ പോരാ. ധൃതരാഷ്ട്രക ഉപദേശം എത്ര പ്രാവശ്യമാണ്? കണക്കില്ല. ഞാൻ 10 പ്രാവശ്യം പറഞ്ഞു, ഇനി ഞാൻ പറയില്ല എന്ന് പറഞ്ഞില്ല, വീണ്ടും പറയും. എപ്പോഴാണ് ഇത് കേൾക്കാൻ പറ്റുന്ന ആർക്കറിയാം? എൻ്റെ ജോലി പറഞ്ഞുകൊണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലും ഒരിക്കൽ കേൾക്കാൻ മനസ്സ് വന്നാൽ അപ്പം കേൾക്കട്ടെ, എൻ്റെ ജോലി ഇത് മാത്രമാണ്. ഞാൻ ആവർത്തിച്ച് വീണ്ടും ഇതന്നെ പറയുക. ഒരു 50 പ്രാവശ്യം പറയുമ്പോൾ ചിലപ്പോൾ 4 പേർക്കായിരിക്കും, മുമ്പ് സ്വാമിജി പറഞ്ഞത്, കേൾക്കാൻ പറ്റുന്നവർക്കായിരിക്കും, ഉൾക്കൊള്ളാൻ പറ്റുന്നവരാർക്കും മതി. അവരിൽ നിന്നും ഇത് മറ്റു പലരിലേക്കും വ്യാപരിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ചെറിയ തീപ്പൊരിയിൽ നിന്നും ധാരാളം അഗ്നിജ്വാലകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പോലെ ഈ ഭാഗവതത്തിൻ്റെ ഈ സ്മരണ കൊണ്ട്, ചിന്ത കൊണ്ട്, വിചിന്തനം കൊണ്ട് പതുക്കെ ഒരു സമൂഹത്തെ മുഴുവനും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത് കഴിയും. അതിനുവേണ്ടി ആചാര്യന്മാരും ശ്രോതാക്കളും ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രാർത്ഥിക്കും.